ഹലോ, അസ്സാം വലൈക്കും. ഞാൻ സുമി. ട്രാവൻകൂർ എക്സ്പെർട്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈയുടെ മസാല എങ്ങനെ റെഡിയാക്കാം എന്നാണ്. കണ്ടില്ലേ, ഞാനിപ്പോൾ അയലയും കൊഴിയാളയുമാണ് എടുത്തിട്ടുള്ളത്. 6 മീൻ എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള മീനാണ്. വലിപ്പത്തോടു കൂടി തന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചു. കട്ട് ചെയ്യാണ്ട് തന്നെ പൊരിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഈ മീൻ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു മസാല ഉണ്ടാക്കി അത് ഫ്രൈ ചെയ്താൽ അതിൻ്റെ ടേസ്റ്റ് ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇങ്ങനെ മസാല ഉണ്ടാക്കി ഫിഷ് ഫ്രൈ ചെയ്യുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ അതേ കഴുകി വൃത്തിയാക്കി വരഞ്ഞു വെച്ചിട്ടുള്ള മീനാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനെ മാറ്റി വെച്ചു. ഇനി നമുക്ക് വേണ്ടത് ഈ ഫിഷിൻ്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ: ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു തുടം വെളുത്തുള്ളി, അതായത് ആ ഒരു ഫുള്ള് ഇതുണ്ടല്ലോ പീസുണ്ടോ വെളുത്തുള്ളിൻ്റെ, ആ ഒരു തുടം വെളുത്തുള്ളി, പിന്നെ ഒരു പച്ചമുളക്. ഇപ്പോൾ 6 ഉണ്ട് കേട്ടോ. 6 ആവശ്യമില്ല, കാരണം നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പം ഞാനൊരു 5 പച്ചമുളക്, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ നാരങ്ങ നീര്. പിന്നെ ഇതാണ് ഇതിൻ്റെ നമ്മളിപ്പം സാധാരണ ഫ്രൈക്ക് നമ്മൾ ചേർക്കാത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതാണ്. സാധാ നമ്മൾ നോർമല് നമ്മൾ ചെയ്യുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, പെരുംജീരകം, ഉപ്പ്, ഇത് പെട്ടെന്നൊന്ന് മസാല ആക്കി അല്ലേ നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് കൂടാതെ പിന്നെ ഞാൻ ചേർക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് ഇത്രയും സാധനങ്ങളാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. മിക്സിയുടെ ഒരു ചെറിയ ജാർ എടുക്കുക. ആ ജാറിലേക്ക് ഈ ചെറിയ ഉള്ളി ഞാൻ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. വെളുത്തുള്ളി, പിന്നെ പച്ചമുളകൊന്ന് പൊടിച്ചിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ആ ഇഞ്ചിയും ഒന്ന് പീസാക്കി മുറിച്ചൊന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഫ്രിഡ്ജിലുണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഇത്ര ഇഞ്ചിയാണ് ഇടണമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. അപ്പോൾ ഇത്രയും ഇഞ്ചി ഇടുക. പിന്നെ കറിവേപ്പില, 2-3 തണ്ട് കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇത്രയും കറിവേപ്പില ഇട്ടു. നാരങ്ങ നീര്, ഇതിപ്പോൾ എന്തായാലും ഞാൻ ചെറിയ നാരങ്ങ ആയതുകൊണ്ട് ഒരു നാരങ്ങ തന്നെ എടുക്കുന്നുണ്ട്. വലിയ നാരങ്ങയാണെങ്കിൽ ഇതിൻ്റെ പകുതി നാരങ്ങ ഒഴിച്ചാൽ മതി. അപ്പോൾ ഇത്രയും ഞാൻ എടുത്തു. ഇനി നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരം, അങ്ങനെയുള്ള മസാലകളാണ്. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. സ്പൂണോളം മുളക് പൊടി വേണം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 ടേബിൾ സ്പൂണോളം തന്നെ പെരുംജീരകപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയും മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. നമ്മൾ ചെയ്യേണ്ടത് ഇനി ഈ സംഭവങ്ങളെല്ലാം കൂടി ഒന്ന് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി ഉള്ളിയൊക്കെ അരയുമ്പോൾ അതിൽ വെള്ളം ഉണ്ട് എങ്കിൽ പോലും കുറച്ചും കൂടി വെള്ളം നമ്മൾ ഒഴിച്ച് നന്നായിട്ട് ഒരു തിക്കായിട്ടുള്ള ഒരു പരുവത്തിന് അരച്ച് എടുത്തിട്ട്, അപ്പോൾ ഈ മീനിലേക്ക് ഇത്രയും മസാലയുടെ ആവശ്യം എന്തായാലും ഇല്ല. അപ്പോൾ ഞാൻ ചെയ്യുമ്പോഴേ ഇതുപോലെ ഒരുമിച്ച് കുറേ ഇതുപോലെ മസാല അരച്ച് ചെറിയൊരു കണ്ടെയ്നറിലാക്കി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ ഫ്രൈ ചെയ്യുന്ന ആവശ്യം വരുന്ന സമയത്ത് നമുക്ക് അതൊന്ന് എടുത്ത് വേഗം പെരട്ടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊന്ന് ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരാം. അപ്പോൾ ഞാൻ വെള്ളം ഒഴിക്കാണ്ട് എല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല അരയ്ക്കുന്നതിൽ ആവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളം, അത് ലൂസാവാൻ പാടില്ല, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അതേ നന്നായിട്ട് ഫൈനായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അരച്ചെടുക്കുമ്പോൾ തന്നെ നല്ല മണം ഉണ്ട്. അത്രയ്ക്ക് നല്ലൊരു പേസ്റ്റാണിത്. അപ്പോൾ ഇത് നമുക്ക് ഈ മീനിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂണോളം എടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇന്ന് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് പുരട്ടിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ മസാല എല്ലാം പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു 10-15 മിനിറ്റോളം ഇതിങ്ങനെ ഒന്ന് വെക്കണം കേട്ടോ.
കാരണം ഈ മസാല നന്നായിട്ട് അത് പിടിക്കും. പിന്നെ ബാക്കി വന്നിട്ടുണ്ട് കുറച്ച് മസാല. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ കുറച്ച് അധികമാണ് ചെയ്തത്. എനിക്ക് എപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്തെടുക്കാൻ പാടല്ലേ. അപ്പൊ നമ്മൾ ഒരാഴ്ചത്തേക്കോ 2 ആഴ്ചത്തേക്കോ 1 മാസം വരെ വേണമെങ്കിലും ഇങ്ങനെ മസാല ആക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാണ്. ഇതുപോലെ ഒരു ഗ്ലാസിന്റെ ജാർ എടുക്കുക, ബാക്കിയുള്ള മസാലകളെല്ലാം ഇതിനുള്ളിൽ ആക്കി വെക്കുക. അപ്പോൾ ബാക്കി വന്ന ഇത്രയും മസാല ആണ് കേട്ടോ. ഇതെനിക്കൊരു ഒരാഴ്ചത്തേക്ക് എന്തായാലും വരും. ബാക്കി വന്നിട്ടുള്ളത് ഞാനൊരു ഗ്ലാസിന്റെ ജാറിലെടുത്തു. ഇതിനെ നമ്മൾ ഫ്രിഡ്ജിൽ, എയർ ടൈറ്റ് ജാറാണ് കേട്ടോ, ഫ്രിഡ്ജിൽ ഭദ്രമാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്യണമെങ്കിലും ഇതൊന്ന് കുറച്ചെടുത്ത് തേച്ചിട്ട് പെട്ടെന്ന് തന്നെ പൊരിക്കാനായിട്ട് ഒരു ചെറിയ ഫ്രൈങ് പാൻ വെച്ചു, നോൺ സ്റ്റിക്കിന്റെ. അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് നമുക്ക് കുറച്ച് പൊരിച്ചെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി. അപ്പോൾ ഒരിക്കലും ഫുൾ ഫ്ലെയിമിലിട്ട് പൊരിക്കരുത്. കാരണം ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഉള്ളിയുടെ മസാലയാണല്ലോ തേച്ചേക്കുന്നത് മെയിനില്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് പൊരിച്ചെടുക്കാനായിട്ട്. പതുക്കെ ടൈം എടുത്ത് പൊരിക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. നമ്മൾ പെട്ടെന്ന് തീ ഒക്കെ കൂട്ടിയിട്ട് പൊരിച്ചിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ആണ്. കുറച്ച് കറിവേപ്പിലൊക്കെ ഇതിന്റെ പുറത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിന്റെ ഒരു ബഹളം എന്തായാലും ഈ എണ്ണയിൽ ഉണ്ടാവും. അപ്പം 3 മീൻ വെച്ച് പൊരിച്ചെടുക്കാം. ഫ്ലെയിം ലോ ഇട്ട് തന്നെ ചെയ്യണം. തീരെ ലോ അല്ല, മീഡിയം ഫ്ലെയിം ഇട്ട് തന്നെ മീൻ പൊരിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴേ ഈ മീന് ശരിക്കും ഈ മസാലയുടെ ടേസ്റ്റ് കിട്ടുള്ളൂ, മീൻ നന്നായിട്ട് മൊരിഞ്ഞു വരുള്ളൂ. അപ്പം നമ്മുടെ ഫിഷ് ഇവിടെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ആ സമയം ഈ ഫിഷിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സംഭവം ഉണ്ടാക്കുന്നത് കേട്ടോ. കപ്പ ഇതല്ലേ, കപ്പ ഇവിടെ തിളപ്പിച്ച് ഒന്ന് റോസ്റ്റ് ചെയ്ത് ഈ ഫിഷിൻ്റെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. ഫിഷ് ഫ്രൈ ആയോ എന്ന് നോക്കാം. ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി കഴിഞ്ഞിട്ടുണ്ട്. വേണ്ടില്ല, ഇതുപോലെ ചെറിയ ഫ്ലെയിമിലിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം. അതാണ് ടേസ്റ്റ് കൂടുതൽ. അല്ലെങ്കിൽ ഈ മേലെ നമ്മൾ തേച്ചിട്ടുള്ള മസാല പെട്ടെന്ന് കരിഞ്ഞു പോകും. കരിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടേസ്റ്റ് ശരിക്കും കിട്ടില്ല കേട്ടോ, അത് ശ്രദ്ധിക്കണം. നമ്മുടെ കപ്പ അവിടെ റെഡി ആയി കേട്ടോ. ഇവിടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്, ഞാൻ എടുക്കാൻ പോവാണ്.
ഞാൻ ഫിഷ് എല്ലാം ഫ്രൈ ചെയ്ത് സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര മണമായിരുന്നു. ഫിഷ് ഫ്രൈ ചെയ്തുകൊണ്ടിരുന്നപ്പം പഠിക്കാൻ്റെ മക്കളൊക്കെ മണം മണം അടിച്ചിട്ട് എല്ലാവരും കിച്ചണിൽ വന്നു. എന്താണ് ഫ്രൈ ചെയ്തതെന്ന് ചോദിക്കാനായിട്ട് എല്ലാവരും വന്നു. എക്സാം ആണ്, പിള്ളേർക്ക് സ്റ്റഡി ലീവ് ആണ്. അപ്പോൾ അവരെ പഠിക്കാൻ ഇരുത്തിയിട്ടായിരുന്നു ഞാൻ ഈ ഷൂട്ടും കാര്യങ്ങളെല്ലാം. അപ്പോൾ അവർ എൻ്റെ മണം അടിച്ചിട്ട് എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ എന്തുമാത്രം മണമായിരിക്കും എന്നത്. അത്രയ്ക്ക് മണമാണ്, ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ മസാല കൂട്ട് എല്ലാം അറിയാമല്ലോ റെഡിയാക്കാൻ എങ്ങനെയാണെന്ന്. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഒരു മസാല ആക്കി നിങ്ങൾ ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യാൻ ശ്രമിക്കും, എനിക്ക് ഉറപ്പാണത്. അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും നിങ്ങൾ എന്നെ അറിയിക്കുക. എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയുമായിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും.